അപ്പോൾ ഇന്ന് നമുക്ക് നൂഡിൽസും പനീറും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടോ നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് നൂഡിൽസ് എടുക്കണം. ഞാൻ എപ്പോഴും ഇപ്പിയാണ് കഴിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പി എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നൂഡിൽസ് വേവിക്കുന്ന ആ ഒരു വെള്ളത്തിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇടണം. കാരണം ആ ഒരു ഫ്ലേവറും പിന്നെ ആ ഒരു എരിക്കും വേണ്ടിയിട്ടാണ്. സാധാരണ ബട്ടറൊന്നും ആരും യൂസ് ചെയ്യാറില്ല, പക്ഷേ നിങ്ങൾ ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും അതൊന്ന് ബോയിലായി വരുമ്പം അത് വേറൊരു ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഇതിനി ഉണ്ടാക്കുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ മാഗി ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പനീറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചേച്ചി എടുത്ത് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. പിന്നെ കുക്കിംഗ് വ്ലോഗ്സും പുതിയ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് ആ പനീർ എടുത്തിട്ട് ഈ നൂഡിൽസുമായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് ഇട്ടാൽ മതി. ആകെ നമ്മൾ ഇമ്മിണിയെ ഉണ്ടാക്കിയോളായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പനീറിൻ്റെ റെസിപ്പി ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.